ഇടുക്കി ചിന്നക്കനാലിൽ നിരന്തരം ഭീതി വിതച്ചതിനെ തുടർന്ന് കാട് കടത്തിയ അരിക്കൊമ്പൻ ഇപ്പോൾ മര്യാദക്കാരനാണ്. ഇക്കാര്യം തമിഴ്നാട് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നു. അരിക്കൊമ്പൻ മുണ്ടൻതുറൈ ടൈഗർ റിസർച്ചിൽ മേഞ്ഞു നടക്കുന്ന ചിത്രം ഡെപ്യൂട്ടി ഡയറക്ടർ ഇളയരാജയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. റേഷൻ കട തകർത്ത അരി തിന്നുന്നത് പതിവാക്കിയതോടെയാണ് ഒറ്റയാനെ ചിന്നക്കനാലുകാർ അരിക്കൊമ്പൻ എന്ന് പേരിട്ട് വിളിച്ചത്. എന്നാൽ ഇപ്പോൾ അരി പാടെ മറന്നുകൊണ്ട് പുല്ലും ഇലകളും കഴിച്ച് അരിക്കൊമ്പൻ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇവിടെ കഴിയുകയാണെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. 2005 ശേഷം കാട്ടാന ആക്രമണങ്ങളിൽ 34 പേരാണ് ചിന്നക്കനാലിൽ മരിച്ചത്. ഇതിൽ 7 പേരെ കൊന്നത് അരിക്കൊമ്പനാണെന്ന് സംശയിക്കുന്നതായി വനംവകുപ്പ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ മേഖലയിലെ നിരവധി കെട്ടിടങ്ങൾക്ക് നേരെ അരിക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഒടുവിൽ സഹികെട്ട ചിന്നക്കനാലുകാർ പ്രതിഷേധവുമായി ഇറങ്ങുകയായിരുന്നു. പ്രതിഷേധം ശക്തമായതോടെയാണ് ആനയെ കാട് കടത്താൻ സർക്കാർ ഉത്തരവിറക്കിയത്. എന്നാൽ മൃഗസ്നേഹികളുടെ ശക്തമായ പ്രതിഷേധത്തിനിടയിൽ കേരളം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു ദൗത്യവുമായി വനം വകുപ്പിന്റെ പ്രത്യേക സംഘം ചിന്നക്കനാലിലെത്തി. 3 ദിവസത്തെ പരിശ്രമത്തിന് ശേഷം 2023 ഏപ്രിൽ 29 പകൽ 12 മണിയോടെ അരിക്കൊമ്പന് ആദ്യ മയക്കുവെടി വെച്ചു. 5 തവണ മയക്കുവെടി വെച്ചതിന് ശേഷമാണ് റേഡിയോ കോളർ ഘടിപ്പിക്കാനായത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് മൃഗസ്നേഹികളടക്കം അരിക്കൊമ്പനെ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ പോലും സമരം ചെയ്തിരുന്നു. അരിക്കൊമ്പന് കേരളത്തിൽ വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട്. 7 പേരെ കൊല്ലുകയും 60-ലേറെ വീടുകൾ തകർക്കുകയും ചെയ്ത അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച പിടികൂടിയാണ് ചിന്നക്കനാലിൽ നിന്ന് മാറ്റിയൊഴിപ്പിച്ചത്. ആദ്യം പെരിയാർ ടൈഗർ റിസർവിലും പിന്നീട് ഇവിടെ നിന്നും തിരുനെൽവേലി മുണ്ടൻതുറൈ വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ചിന്നക്കനാൽ പ്രദേശത്തെ റേഷൻ കടകൾ തകർത്ത അരിച്ചാക്കുകളോടെ അകത്താക്കുന്ന അവന്റെ ശീലത്തിന് പ്രദേശവാസികൾ ചാർത്തി നൽകിയ പേരായിരുന്നു അരിക്കൊമ്പൻ. ഒരു കാലത്ത് അരിക്കൊമ്പൻ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു. എന്നാൽ വീടും റേഷൻ കടകളും ഏലം സ്റ്റോറും ഒക്കെയായി 180-ലേറെ കെട്ടിടങ്ങൾ തകർത്തതോടെയാണ് നാട്ടുകാർ അരിക്കൊമ്പനെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. തുടർന്ന് സർക്കാർ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവിടുകയായിരുന്നു. അനിമൽ ആംബുലൻസിൽ രാത്രി 12 മണിയോടെ കൊമ്പനെ പെരിയാർ കടുവാ സങ്കേതത്തിൽ എത്തിച്ചിരുന്നു. അരിക്കൊമ്പനുമായുള്ള ആ യാത്ര കാണാൻ നിരവധി പേർ വഴിനീളെ തടിച്ചുകൂടിയത് ഇന്നും ഓർക്കാം. എന്നാൽ വനം വകുപ്പിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് ദിവസങ്ങൾക്കുള്ളിൽ കൊമ്പൻ തമിഴ്നാട് കമ്പം ടൗണിൽ ഭീതി വിതച്ചു. ഇതോടെ 2 തവണ മയക്കുവെടി വെച്ച തമിഴ്നാട് വനംവകുപ്പ് അരിക്കൊമ്പനെ മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയിരുന്നു. കമ്പം ടൗണിൽ അരിക്കൊമ്പൻ തട്ടിയിട്ട ബൈക്ക് യാത്രികൻ പാൽരാജ് ചികിത്സയിലിരിക്കെ മരിക്കുകയുമുണ്ടായി. അരിക്കൊമ്പനെ തുരത്തിയിട്ടും ചിന്നക്കനാലിലെ കാട്ടാന ഭീതി ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ മറ്റാർക്കും ശല്യമാകാതെ പുതിയ വനവുമായി അരിക്കൊമ്പൻ ഇപ്പോൾ ഇണങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.